വണ്ടിയല്ലേ? അതെ, ഇലക്ട്രിക് കാറാണ്. ടാറ്റയുടെ ഈ ഇലക്ട്രിക് ഈ കളറ് അതാണ് മെൻഷൻ ചെയ്യുന്നത്, ഇലക്ട്രിക് കാറാണ്. ഇതാണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളത് ശരിക്കും മെൻഷൻ ചെയ്യുന്നത്. ബാക്കിയുള്ളത് വൈറ്റ് ഒക്കെ ആയിരിക്കും നെക്സണ്. ഇതാ ഇവിടെ EV എന്നുണ്ടാവും. EV ഇത് ഇവിടെ ഫ്രണ്ടിലും ഉണ്ട് EV. പിന്നെ ഇതിന് ബോർഡ് ഉണ്ടല്ലോ, നമ്പർ ബോർഡ്, അത് ഗ്രീൻ കളറിലാണ് വരും. അത് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ. അതിന്റെ ഒന്ന് ഓടിച്ചു നോക്ക്, നല്ല ഓട്ടോമാറ്റിക് ആണ്, ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, പിന്നെ നല്ല പുള്ളിങ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്യും. ഇത് കീലെസ് അല്ലേ? കീലെസ് ആണ്. ഓക്കെ, ഇത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. ഒന്നാമത് ഓട്ടോമാറ്റിക് ഗിയറാണ്. ഇതിൽ ഒരു നോബ് ഉണ്ട്, ന്യൂട്രല്, ഡ്രൈവ്, സ്പോർട്സ്, പിന്നെ റിവേഴ്സ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ടച്ച് ആണ്. ഇതാ ഇവിടെ ഇതിൽ റെഡി എന്ന് കാണുമ്പോഴാട്ടോ അത് ഡ്രൈവ് ചെയ്യേണ്ടത്. റെഡി. ഇനി നിങ്ങൾ ന്യൂട്രൽ എടുത്തിട്ട് ഡ്രൈവ് തിരിച്ചോളി. ന്യൂട്രലാണല്ലോ. ആണ്. ഡ്രൈവ് തിരിക്കുക. അതെ, എങ്ങടാ തിരിക്കാൻ തോന്നുന്നത് അതിന്റെ ഓപ്പോസിറ്റാ തിരിക്കണ്ട കേട്ടോ. ഇപ്പൊ കണ്ട റിവേഴ്സ്ക്കാ വന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറ് എപ്പോഴും. അപ്പൊ ഡ്രൈവില് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം, മൂവ് ചെയ്യും. ഇപ്പൊ ഓൾറെഡി വണ്ടി മൂവിങ് മോഡലാണ്. ഇവിടെ ഉണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. അത്ര ഈസിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഒരു ആകെ സ്റ്റിയറിംഗ് നോക്കിയാൽ മതി. ഭയങ്കര സൈലന്റ് ആണ്. ഇന്ദ്ര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് മോഡ് സ്പോർട്സ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല പവർ തോന്നുന്നുണ്ടോ, പക്ഷെ ഇലക്ട്രിസിറ്റി കുറച്ച് കൂടുതൽ ചെലവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിലെ 3 ഇൻഡിക്കേറ്റർ കണ്ടോ ഇവിടെ ലെഫ്റ്റ് സൈഡില്. ഒന്ന് റീജനറേഷൻ, ഒന്ന് എക്കോണമി, ഒന്ന് പവർ. ഇതാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അത് നോർമൽ എക്കോണമിയിൽ ഡ്രൈവ് ചെയ്താൽ മാക്സിമം നമുക്ക് ഇത് കിട്ടും, മൈലേജ് കിട്ടും. ഈ പവർ മോഡ് എന്ന് പറയുന്നത് ഇത് കുറയും, മൈലേജ് കുറയും. ഈ റീജനറേഷൻ എന്താ വെച്ചാൽ ശരിക്കും ഇറക്കം, ബ്രേക്ക് ചവിട്ടുമ്പോഴും ഇറക്കത്തിലൊക്കെ പോകുമ്പോൾ ഈ എന്താണ് ചാർജ്, രണ്ടാമത് ചാർജ് ആവുന്നുണ്ട് ഈ വണ്ടിക്ക്. അതങ്ങനെ ഒരു ഗുണമുണ്ട്. ചോദിച്ചാൽ കമ്പനി പറയുന്നത് 300+ ആണ് മൈലേജ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഇതേപോലെ 170, 175 കിട്ടണുള്ളൂ. അപ്പൊ ഞാൻ ഇത് വണ്ടി യൂസ് ചെയ്യുന്ന വേറൊരാളിപ്പോ അടുത്ത് കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഈ ഡിസ്പ്ലേ ഉണ്ടോ, ഈ താഴെ 2 ലൈന്, ഇവിടെ ഒരു സിഗ്സാഗ് ഒരു ഇൻഡിക്കേഷൻ വരും. അതിനെ സ്റ്റേബിൾ ആക്കിയിട്ട് കൊണ്ടുപോവാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. അത്രേ പുള്ളിക്ക് 250 മൈലേജ് കിട്ടുന്നുണ്ട് അർത്ഥം. പിന്നെ പുള്ളി പറഞ്ഞൊരു എക്സാമ്പിള്, പുള്ളി മൂന്നാർക്ക് ഈ വണ്ടിയിട്ട് പോവാറുണ്ട് അത്രേ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ 1% 2 കിലോമീറ്റർ കിട്ടുന്നത് പുള്ളിക്ക് 1% 1 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ മൈലേജ്. പക്ഷെ ഇറക്കുമ്പോഴേ ഇത് റീചാർജ് ചെയ്യത്ര ബാറ്ററി. അങ്ങനെ ഒരു ടെക്നോളജി അത് എനിക്കറിയില്ല കൂടുതൽ, ഞാൻ പറയില്ല, എനിക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഏതായാലും ഇറക്കമോ ബ്രേക്ക് ചവിട്ടുമ്പോഴേ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ വേറൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായത്. ഇതിപ്പോ നമ്മളിവിടെ ഈ ഇത് ഗിയർ ഇവിടെ മാറ്റുമ്പോ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയായിരിക്കും? ഇവർക്ക് 3 വേർഷനാണ് ഉള്ളത്. ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ അവര് ബേസ് മോഡലിൽ 15 lakh പ്ലസ് ഒന്ന്, പിന്നെ 16+ ഉണ്ട്. ഇത് 17.8 lakh ആണ് ഇതിന് വന്നത്. ഇത് ഉള്ളിലെ ഹൈ എൻഡ് വേർഷനാണ്. ഈ സൺറൂഫ് ഒക്കെ ഉണ്ട് ഇതൊക്കെ. ഏതായാലും ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യല്ലേ, ഈ ഒരു ലോങ് ടൈം പരിസ്ഥിതിക്കുള്ള ഒരു വണ്ടി ആവട്ടുള്ളവർക്ക് ഹൈ എൻഡ് വേർഷൻ തന്നെ എടുത്ത്. അല്ല, എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി വാങ്ങാനുള്ള നമ്മളൊക്കെ പരിസ്ഥിതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ വേൾഡ് വൈഡ് തന്നെ. അപ്പോ ഇത് അങ്ങനെ ഒരു സേവിങ്സ് ഉണ്ട്. ഞാനൊരു റിവ്യൂ കണ്ടിരുന്നു. 5 വർഷം കൊണ്ട് 73 മരങ്ങൾ നമ്മൾ പിന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്നോ? അതെ, കറക്റ്റ്. ഞാനും വായിച്ചു. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്തറിയോ, എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം എങ്ങനെയുണ്ട് ഈ വണ്ടി ഓടിച്ചിട്ട്. എല്ലാം കൂടെ കേട്ടിട്ട് അവൻ പറഞ്ഞെന്തറിയോ, എന്നാ ഇതിലും നല്ലത് രാജി ഞാൻ പോയിട്ട് 73 മരങ്ങൾ നട്ടോളാണ്. അത് ജസ്റ്റ് ജോക്ക് അല്ലേ? പക്ഷെ പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഇത് ഓടിച്ചപ്പോ എന്റെ ഒരു ഭയങ്കരമായ ഒരു വ്യത്യാസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ശരിക്കും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ കേരള ഗവൺമെന്റ് അടക്കത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ മോട്ടോർ വെഹിക്കിളിന്റെ വാഹനങ്ങൾ ഇതാണ് മേടിക്കുന്നത്. പിന്നെ കൂടാതെ എല്ലാ സിറ്റിയിലും ഓൾറെഡി KSEBയുടെ വക മറ്റേ ഫാസ്റ്റ് റീചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, ഫ്രീ ആണ് ചാർജ് ചെയ്യാൻ. ഫാസ്റ്റ് റീചാർജിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൊബൈൽ ഒക്കെ ചെയ്യുന്നത് പെട്ടെന്നാവുമോ? 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇത് ഫുൾ ചാർജ് ആണ്. അല്ല, അതിന് വല്ല പ്രശ്നങ്ങളുണ്ടോ?
അല്ലെങ്കിൽ എപ്പോഴും ഫാസ്റ്റ് ചെയ്താൽ പോലെ. എന്നോട് ഡീലറിന്റെ അവിടുന്ന് ഒരു സർവീസ് എഞ്ചിനീയർ പറഞ്ഞത് 3:1 ഫോളോ ചെയ്യാൻ. 3 പ്രാവശ്യം വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം, 1 പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. അത് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. പക്ഷെ അവർക്ക് കൂടുതൽ അറിഞ്ഞിട്ട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലത് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ ഞാൻ എന്ത് ചെയ്തറിയോ, നമ്മുടെ ഓഫീസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് പോകാം. ഇതാണ് ചാർജർ, ഏകദേശം 2-2.5 മീറ്റർ ഉള്ള ചാർജർ. ഒരു സ്റ്റേഷൻ അവിടെയാണ് അവർ ചെയ്തിട്ടുണ്ട്. ഒരു പവർ പ്ലഗ് പോയിന്റ് അത്രേ ഉള്ളൂ. ഇവര് ഇനീഷ്യലി പറഞ്ഞപ്പോ എന്തൊക്കെയോ സംഭവം തോന്നി. എന്നിട്ട് ശരിക്കുള്ള പവറില്ലേ, പവർ വരുന്നോടത്ത് ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് 38 മീറ്റർ എക്സ്ട്രാ വലിച്ചതിന് 6500 രൂപ അധികം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ആവശ്യമില്ല. ഏത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ കുത്തുന്ന പ്ലഗ് ഇല്ലേ, അവിടെ വെച്ചിട്ട് വർക്ക് ചെയ്യും. ശരിക്കുള്ള എർത്ത് ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മതി കേട്ടാ. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നോർമൽ പവർ പ്ലഗ് ആണ്. പക്ഷെ ഇത് ടാറ്റക്കാര് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നതാണ് ഈ സാധനങ്ങളൊക്കെ കേട്ടോ. ഇതിൽ ശരിക്ക് 15 മീറ്റർ വരെയുള്ള കേബിളിംഗ് അവർ ഫ്രീ ആന്ന് പറയുന്നുണ്ട്. എന്റേത് ശരിക്കും ഒരു 40 മീറ്റേഴ്സ് വന്നുകൊണ്ട് അഡീഷണൽ പൈസ മേടിച്ചത് മാത്രം. ഇതിനെ 2 പ്ലഗ് ഉണ്ട്. ഇത് നോർമൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണത്. ഈ ഫാസ്റ്റ് ചാർജ് പറഞ്ഞല്ലോ KSCBയുടെ ഒക്കെ, അതിന് ശരിക്കും ഈ എല്ലാം കൂടെ കൂടിയ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ പിന്നാണ് വെക്കുക. ഓക്കെ, ഇത് വെക്കുന്നു. പിന്നെ ഇവിടെ വന്ന് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ ഇൻഡിക്കേഷൻ കണ്ട, ഈ ഫസ്റ്റത്തെ 3 കത്തുന്നത്, 2 സ്റ്റേബിളും 3ാമത്തെ ബ്ലിങ്കും ചെയ്യും. ഇതിന്റെ അർത്ഥം ചാർജിങ് തുടങ്ങിയതാണ്. പിന്നെ ഈ ചാർജിങ് കൺഫേം ചെയ്യാനുള്ള ഒരു ഐറ്റം, ഇത് വലിച്ചാൽ കിട്ടൂല. ഒരു പ്രാവശ്യം ചാർജ് സ്റ്റാർട്ട് ചെയ്താല് ഇത് തമ്മിൽ ഇതിനെ സക്ക് ചെയ്ത് അവിടെ നിൽക്കും. അതുകൊണ്ട് ഇത് കിട്ടൂല. ചാർജിങ്ങിൽ അത് ഊരിയാൽ പോരില്ല, പറ്റില്ല. പിന്നെ ഞാൻ കാണിച്ചു, വണ്ടിക്ക് ഉള്ളില് നമുക്കിത് കാണാനും പറ്റും. ഇപ്പൊ ഇതില് 46% ചാർജാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു സെക്കൻഡ്, അതിന്റെ ഒരു വണ്ടിയുടെ ഒരു വ്യൂ കാണിക്കൂല ഇടക്ക്. ഇപ്പൊ കാണിക്കുന്നില്ലേ? അതാ ഇപ്പൊ കണ്ട, ഇത് ബാറ്ററി ശരിക്കും താഴെയാണെന്നുള്ളത് ഇതിന്ന് മനസ്സിലാവും ചെയ്യും. ഇപ്പൊ എനിക്ക് ഏകദേശം വരുന്നത് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് 10% ആണ് ഈ വീട്ടിലത്തെ ഇങ്ങനത്തെ ചാർജിലാവാം. അപ്പൊ ഏകദേശം ഒരു 9 hours അല്ലെങ്കിൽ 10 മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് അനുസരിച്ച് നമ്മുടെ ഈ പവറിന്റെ ഇതിനൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ രാജി, ഇത് നമ്മൾ ഇപ്പൊ വീട്ടിലെ സാധാരണ പവർ പോയിന്റിലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു 25 മീറ്ററുള്ള ഒരു കേബിള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ കേബിള് ഇതിന് ഏകദേശം 2500 രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പൊ സാധാരണ പവർ വാഷിംഗ് മെഷീന്റെ ഒക്കെ പ്ലഗ് ഇല്ലേ, അതിനകത്ത് കുത്തി ചെയ്യാം. അപ്പൊ ഈ ടൈം തന്നെയാണോ അതിനെടുക്കുക? സെയിം. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒരു പവർ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവരത് ഇത് വേണം, ഇതിന് കുറച്ച് പൈസ അധികം ചെലവാക്കി എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അതിന്റെ ആവശ്യമില്ലാന്ന് മനസ്സിലായി. കണ്ടു, വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റ് നമ്മുടെ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും വർക്ക് ചെയ്യാന്നോ അങ്ങനെ കണ്ടല്ലോ? എനിക്കറിയില്ല. പക്ഷേ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെ അവിടെ മറ്റേ നമ്മുടെ ക്യാൻറ്റീനിലാണ് വെച്ചിട്ടാണ് ഇന്നലെ ചാർജ് ചെയ്തത്. ദൂരയാത്ര ഞാനിത് ശരിക്കും ഒരാഴ്ചയുള്ള വണ്ടി കിട്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് വീക്ക് എറണാകുളത്ത് ഞാൻ കുന്നംകുളം വരെ പോയിരുന്നു. 100+ കിലോമീറ്റേഴ്സ്. ശരിക്കും ഞാൻ 100% ചാർജ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ കുന്നംകുളം എത്തിയപ്പോഴേക്ക് 60% തീർന്നു. അപ്പൊ എന്റെ കൂടെ കോളീഗ്സ് ഉണ്ടായിരുന്നു, അവർ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾ വഴിയിലിറങ്ങി വേറെ ടാക്സി പിടിച്ചു വരണട്ടോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ വഴി കണ്ടുപിടിച്ചു, തൃശ്ശൂർ ഷൊർണൂർ റോട്ടിൽ ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ KSCBയുടെ വക ഫ്രീ ആയിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയപ്പോൾ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയുള്ള ഫോൺ നമ്പർ വിളിച്ചപ്പോൾ അവിടുത്തെ AEO, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ AEO ഫോൺ എടുക്കുകയും പുള്ളിനോട് വാട്സപ്പ് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, കാരണം ആദ്യത്തെ പ്രാവശ്യം എല്ലാം വളരെ അന്തസ്സായിട്ട് പറഞ്ഞു. സൺഡേ ആയിരുന്നു. അപ്പൊ ഇവര് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ. അല്ലാതെ കേരളത്തിൽ എവിടെയൊക്കെയുണ്ട് ഈ ചാർജിങ് സ്റ്റേഷൻസ്? എന്റെ അറിവില് മെയിൻ സിറ്റീസിലൊക്കെ ഉണ്ട്. അത് കോഴിക്കോട് ഉണ്ട്, പിന്നെ തൃശ്ശൂരുണ്ട്, എറണാകുളത്തും ഞാൻ എക്സ്പീരിയൻസ്, പാലാരിവട്ടത്താണ് എറണാകുളത്തുള്ളത്. പിന്നെ അതുപോലെ കൊല്ലത്തുണ്ട്, പിന്നെ തിരുവനന്തപുരത്തുണ്ട് KSCBയുടെ തന്നെ. അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ചിലതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഒരു ദീർഘയാത്ര, അതായത് ഇപ്പോ അക്രോസ് കേരള
ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരണമെങ്കിൽ അപ്പോൾ പ്രാക്ടിക്കലാണ് അല്ലേ? പ്രാക്ടിക്കലാണ്. പക്ഷേ ഇതാണ് ഒരു 200 കിലോമീറ്റേഴ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക ഒരു ചാർജിൽ. കമ്പനി പക്ഷേ കൂടുതൽ പറയുന്നത്, കമ്പനി 300 പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വേറൊരാൾക്ക് 250 കിട്ടുന്നുണ്ട് എന്നുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പോൾ ഡ്രൈവിംഗ് ഹാബിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് 170 180 ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കിട്ടും, കൂടുതൽ മൈലേജ് കിട്ടും. ഇതിപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടികളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് നമുക്ക് ലാഭകരം എങ്ങനെയാണ് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ കാൽക്കുലേഷൻ പറയാം. ഇതിപ്പോൾ ഈ നെക്സോണിൻ്റെ ഒരു ഡീസൽ കാറിന് ഏകദേശം 11 ലക്ഷമാണ് ഇങ്ങനത്തെ ഈ മോഡലിന് വരിക. ഇതിന് 17 ലക്ഷം. അപ്പോൾ ഏകദേശം 6 ലക്ഷമാണ് വ്യത്യാസം. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം 25,000 കിലോമീറ്റർ ഏകദേശം ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം 1.25 ലക്ഷമാണ് ഒരു ഡീസൽ കാറാണെങ്കിൽ എനിക്ക് അടിക്കേണ്ടത് ഇതിനകത്ത്. അതിന് പകരം 1.25 ലക്ഷത്തിനകത്ത് ഈ വണ്ടിക്കാണെങ്കിൽ ലെസ് ദാൻ 25,000 വരുള്ളൂ. അപ്പോൾ 5 വർഷം ഞാൻ ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ 6 ലക്ഷം കവർ ചെയ്യും. ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ സുഖത്തിന് വേണ്ടി പറയാണ്. അതായത് 6 ലക്ഷമാണ് ഇതിൻ്റെ മറ്റുള്ള മോഡലും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഈ 6 ലക്ഷം 25,000 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കൊണ്ട് ഈക്വൽ ആവും. പിന്നുള്ളതൊക്കെ ലാഭമാണ്. പിന്നെ നമ്മൾ പരിസ്ഥിതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണല്ലോ. പിന്നെ ഇതിൻ്റെ ഈ കറണ്ട് ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം 25 യൂണിറ്റാണ് മാക്സിമം എടുക്കുക. ഏത് 100% ചാർജ് ആവാൻ. അപ്പോൾ ഈ കിലോമീറ്ററിന് 1 രൂപ അങ്ങനെ എന്തോ വായിച്ചല്ലോ. ഏകദേശം ഇപ്പം ഞാൻ പറഞ്ഞു 25 യൂണിറ്റ് ആണ് ഏകദേശം 6 രൂപ 7 രൂപയ്ക്കാണ് ഒരു യൂണിറ്റിന് ചാർജ് വരിക. അത് കോർപ്പറേഷന് പിന്നെ വീട് അതിനൊക്കെ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ 7 രൂപ കൂട്ടുകയാണെങ്കിൽ 25 × 7 എത്ര? അത് എന്ന് പറഞ്ഞാൽ ഒരു 200 റുപ്പീസിൻ്റെ താഴെയാണ് വരിക. അപ്പോൾ 1 റുപ്പി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഒരു കിലോമീറ്ററിന്. മറ്റേത് ഒരു 6 രൂപ 7 രൂപയ്ക്ക് തന്നെ ഏകദേശം. അപ്പോൾ ലോങ് ടേം ഇതിൽ നോക്കുമ്പോൾ ലാഭമാണ്. ഒരു 6 വർഷം ഈ കാർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ലാഭമാണ്. ഇതിന്റെ ബാറ്ററിക്ക് 8 വർഷത്തെ വാറന്റി ഒരു കമ്പനി പറയുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭമാണ്. കാരണം നിങ്ങളെ പോലെ ആരെങ്കിലും ഇതിനെപ്പറ്റി റിവ്യൂ ചോദിച്ചാൽ അതിന് ഞാനൊരു 5,000 രൂപ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഏകദേശം 10 പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം എനിക്ക് മുതലായി. ഇപ്പോൾ 17.8 ലാക്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 16.8 ആയി. അതുപോലെ ഇപ്പോൾ സജിത്ത് ഡ്രൈവ് ചെയ്തില്ലേ, ഒരാൾ ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചാൽ അതിന് 5,000 രൂപ വില ഇട്ടിട്ടുണ്ട്. 12 പേര് ഇപ്പോൾ ഓൾറെഡി ചെയ്തു. 1,20,000. ഇതെല്ലാം പിന്നെ 73 മരങ്ങൾക്ക് പുറമെ. അതെ. ഇതിപ്പോ നമ്മൾ റിവ്യൂ കാണുന്ന ആർക്കെങ്കിലും ഡ്രൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൊടുക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 5,000 രൂപ എനിക്ക് ലാഭമായിട്ട് ഞാൻ സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. നാജി, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്. ഓക്കെ, ഈ വണ്ടി ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസിന്റെ നിങ്ങളൊരു അടുത്തൊരു സുഹൃത്തിന് ഇത് സജസ്റ്റ് ചെയ്യും? ഉറപ്പായിട്ടും. കാരണം ഇനി ഫ്യൂച്ചർ ഇതല്ലേ എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി എന്തോ പറഞ്ഞിട്ടുണ്ട്, 6,000 ഗഡ്കരി 6,000 എന്താണ് പെട്രോൾ ബങ്കിൽ ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻ കൊണ്ടു. അപ്പോൾ കുറച്ചും കൂടി കോമൺ ആയി. ഞാൻ പറയുന്നത് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂറാണല്ലോ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് ഒരു ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളതിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഗവൺമെന്റ് ഇനി ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത് വരാം ചിലപ്പോൾ. എല്ലാ ആദ്യമായിട്ടൊരു ഇന്നോവേറ്റീവ് ഐഡിയ വരുമ്പോൾ തന്നെയാണല്ലോ. പിന്നെ എന്നോട് ഞാൻ ആദ്യം ഇത് മേടിക്കുന്നതിനെ പറ്റി പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, നാജിത് ഒരു ഇലക്ട്രിക് കാർ ഇപ്പം തന്നെ മേടിക്കുന്നത് റിസ്ക് ആണ്. 2-3 വർഷമൊക്കെ കഴിഞ്ഞ് അതൊന്ന് ഓടി തെളിഞ്ഞിട്ട് ഉറപ്പായിട്ട് മേടിക്കണം, നല്ലത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ എന്നോട് പലരും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചെന്താ അറിയാം, നമ്മുടെ ഇപ്പോൾ ഫീൽഡിലൊക്കെ ഈ ഫ്രഷേഴ്സ് വരും. അപ്പോൾ ഫ്രഷേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരാരും ജോലിക്ക് വേണ്ടി പ്രിഫർ ചെയ്യില്ല. പക്ഷെ സങ്കടമാണ്. നമുക്കറിയാം, നമ്മൾ ഫ്രഷർ ആകുമ്പോൾ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് തന്നാലല്ലേ ഈ ഫ്രഷർ എന്നുള്ളത് മാറുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ഒരു എന്താണ് പറയുക, ഇത് ഡെഡിക്കേറ്റഡ് ടു ഫ്രഷേഴ്സ്. കാരണം പുതിയ ഇതെന്നുള്ള നിലയ്ക്ക് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ ഒരു ഉദ്ദേശം കൂടി. അത് നല്ലൊരു തോട്ടാണ്. നിങ്ങളെ പോലെ കുറേ പേര് അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അല്ല, പിന്നെ ചേഞ്ചസ് ഉണ്ടാവണ്ടേ. ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് നല്ല ഡിസ്കഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു രാജി. പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ. പിന്നെന്താ ഇത് വണ്ടി ഓടിച്ചോക്കി.